നല്ല ചൂടുള്ള റവ ദോശയും കൂടെ ഒരു തക്കാളി ചട്നി കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ. എണ്ണ അധികം ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിക്ക് എന്തൊക്കെ ആവശ്യമുള്ളതെന്നല്ലേ. റവ നമ്മൾ ആദ്യം മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ശേഷം ചെറിയൊരു ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്ത് അതും കൂടെ ഇതിലിട്ട് കൊടുത്തിട്ട് കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു ദോശ മാവിൻ്റെ ബാറ്ററില്ലേ അത് പോലെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കണേ. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് ഈ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ അതിൽ ചെറിയൊരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞു വെച്ചത്, വലിയുള്ളി, പിന്നെ പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചത്, കുറച്ച് കറിവേപ്പില അരിഞ്ഞു വെച്ചത്, പിന്നെ പാകത്തിനുപ്പും കുറച്ച് സോഡാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു സോഫ്റ്റിന് വേണ്ടിയിട്ട് സോഡാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിൽ ഇത്തിരി മല്ലിയിലയും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാ അപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇനി ഇതാ നമ്മളെ ദോശമാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മളൊരു ചട്ടി വെച്ചിട്ട് അത് ചൂടായ ശേഷം ഇതിലോരോ തവി എടുത്തിട്ട് അധികം പരത്തി കൊടുക്കണ്ട കേട്ടോ. കുറച്ച് ഒരു കട്ടി തന്നെ ഇരുന്നോട്ടെ. അങ്ങനെ നമ്മളിതിൽ ഒഴിച്ച് കൊടുക്കുക. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമ്മളിത് പരത്തി കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ അടപ്പ് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. തീ കൂട്ടി കൊടുത്ത അടിഭാഗം എന്തായാലും കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് പരട്ടി കൊടുക്കാം കേട്ടോ. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ അതാ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നമ്മൾ ഈ ഇതിൽ പരത്തി കൊടുത്തിട്ട് അങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ തക്കാളി ചട്നിയോ നമ്മളെ തേങ്ങാ ചട്നിയോ ഏത് ചട്നി കൂട്ടി കഴിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും കറി ഇല്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ നല്ല ഹെൽത്തി ദോശയാണ് കേട്ടോ. ഇതിനധികം എണ്ണയും കാര്യങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് കുട്ടികൾക്കും പറ്റും. പിന്നെ ഇപ്പോൾ നമുക്ക് രാത്രി ഡയറ്റ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ രാത്രി ഭക്ഷണമായിട്ട് അങ്ങനെയും ഇത് ചുട്ടെടുക്കാം കേട്ടോ. വളരെ എളുപ്പമല്ലേ, സിമ്പിളല്ലേ, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, സിമ്പിളായിട്ട് ഉണ്ടാക്കാം. കറിൻ്റെ ആവശ്യമില്ല, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൽ കുറച്ച് റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.